ഡിയർ സ്റ്റുഡൻസ്, സോ എൻ ടിയുടെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. UGC നെറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു ആൻസർ കീ ചലഞ്ച് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള തമാശകൾ നിറഞ്ഞിട്ടുള്ള ഒരു സീസണാണ് എൻ ടി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഈ NTA നടത്തിയിട്ടുള്ള ഹിസ്റ്ററിയുടെ എക്സാമിനേഷൻ ഷിഫ്റ്റ് 1 ആവട്ടെ, ഷിഫ്റ്റ് 2 ആവട്ടെ, അവര് തന്നിരിക്കുന്ന ആൻസർ കീയിൽ എന്തുമാത്രം തെറ്റുണ്ടെന്നുള്ളത് ഓരോ ഹിസ്റ്ററി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ ID എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് ചാനൽ ഉണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് കോമന്റ് സെക്ഷനിൽ അറ്റാച്ച് ചെയ്യാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് അത്രയും മിസ്റ്റേക്കുകളാണ്. അപ്പൊ ഇത്രയും അശ്രദ്ധയോടെയാണ് ഇവർ ഈ കീയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഒരു എമിനന്റ് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അവരുടെ യഥാർത്ഥ നോട്ടിഫിക്കേഷൻ തന്നെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ 11th സെപ്റ്റംബർ, അതായത് ഇന്നലെ അവർ ഇറക്കിയിട്ടുള്ള പബ്ലിക് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ദേ ആർ ഡിസ്പ്ലേയിങ് ദ പ്രൊവിഷണൽ കീ. പ്രൊവിഷണൽ ആയിട്ട് NTA നൽകുന്ന ആൻസർ കീ നൽകുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ എന്താണോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന റെസ്പോൺസും അതും അതിൽ രേഖപ്പെടുത്തും എന്നുള്ള. അപ്പൊ ഇതില് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, UGC നെറ്റ് എക്സാമിനേഷൻ അവർ കണ്ടെത്തി 83 സബ്ജക്റ്റുകൾ ഡിഫറെന്റ് സിറ്റീസിൽ നടത്തി എന്നുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു. എന്നിട്ട് അതില് 27, 28, 29, 30 5-ാം തീയതി വരെ നടന്നിട്ടുള്ള നെറ്റ് എക്സാമിനേഷന്റെ പ്രൊവിഷണൽ ആൻസർ കേസ് ആണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് NTAയുടെ വെബ്സൈറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ആൻസർ കീ മേ ചലഞ്ച് സെയിം ബൈ പേയിങ് 200 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ വളരെ സ്കാം ആണ്. ആക്ച്വലി നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് ഇവര് 200 രൂപ പേയ്മെന്റ് വാങ്ങിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഫൈനാൻഷ്യലി പക്ഷേ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനുണ്ട്. 10 × 200 നമുക്ക് ഇവിടെ പെർ ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. 2000 രൂപ നമുക്ക് ഒറ്റയടിക്ക് കൊടുക്കാനുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ആരെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു എന്നൊരു തോട്ടിലോട്ട് നമ്മൾ പോകത്തില്ലേ? ഇത് 10 ക്വസ്റ്റ്യന്റെ കഥയാ. പക്ഷെ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് തെറ്റുണ്ടെന്നേ. ഞാൻ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നമ്മുടെ ലൈവ് ക്ലാസ്സസിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതാണ് പഠിപ്പിക്കുക, അല്ലാണ്ട് റോങ് ആൻസർ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ലൈവ് ക്ലാസ് റൂമിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ PYQ ഡിസ്കഷനും അതിന്റെ അനാലിസിസും നടത്തി തരാം. ഓക്കെ, അപ്പൊ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആൻസർ കീ ചലഞ്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, 11th സെപ്റ്റംബർ ഇന്നലെ 6 മണിക്ക് തുടങ്ങി ടു 13th സെപ്റ്റംബർ മറ്റന്നാളെ 11:50 വരെയാണ് സമയം വരുന്നത്. രാത്രി 11:50 വരെ. ഇനി അതിൽ പേയ്മെന്റ് കൊടുക്കേണ്ടതോ അതേ ദിവസം 13 സെപ്റ്റംബർ ആ ഒരു സമയത്താണുള്ള കാര്യം എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നോ ചലഞ്ച് വിൽ ബി എന്റർടൈൻഡ് വിത്തൗട്ട് റെസിപ്റ്റ് ഓഫ് ദ പ്രോസസിംഗ് ഫീ. പൈസ കൊടുത്താലേ പരിപാടി നടക്കുള്ളൂ. ഓക്കെ, വേറെ മോഡും നടക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചലഞ്ചസ് മേഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് വിൽ ബി വെരിഫൈഡ് ബൈ ദ പാനൽ ഓഫ് സബ്ജക്ട് എക്സ്പേർട്സ്. അതില്ലാതെയാണോ ഇവർ കീ ഇറക്കിയിട്ടുള്ളത്? എനിക്ക് വളരെ സങ്കടമുണ്ട് കേട്ടപ്പോൾ. സ്റ്റുഡൻസ് രാവിലെ തന്നെയും ഇന്നലേക്കായിട്ട് ഒരുപാട് മെസ്സേജസ് അയച്ചു, സർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇഫ് ദ ചലഞ്ച് ഓഫ് എനി കാൻഡിഡേറ്റ് ഈസ് ഫൗണ്ട് കറക്റ്റ്, ദ ആൻസർ വിൽ ബി റിവൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ഇൻ ദ റെസ്പോൺസ് ഓഫ് ഓൾ ദ കാൻഡിഡേറ്റ്സ് അക്കോർഡിംഗ്ലി. ഇവന്മാർക്ക് പണിയെടുക്കാൻ വയ്യ, പിള്ളേരെ കൊണ്ട് തന്നെ നോക്കിപ്പിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ പറയണേ എന്ന് പറയുന്ന പോലെയാണ്. Okay, based on the revised final answer key, the result will be prepared and declared. No individual candidate will be informed about the acceptance and non acceptance. നിങ്ങൾ കൊടുത്തോ ഇല്ല എന്നുള്ളതിന്റെ ശരിയോ തെറ്റെന്നുള്ളവർ പറഞ്ഞിരുന്നില്ല, പക്ഷെ ജനറൽ ആയിട്ടായിരിക്കും അവർ കണക്കാക്കുന്നത്. ഓക്കെ, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് NTA ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ പോസിബിൾ ആകുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ഇത് ചലഞ്ച് ചെയ്യുക. ചലഞ്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് മാക്സിമം ചലഞ്ച് ചെയ്യുക. പക്ഷേ നിങ്ങൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെ എക്സ്പേർട്സ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദിസ് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ. അതിന് നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ നെഗറ്റീവ് കൊണ്ട് ചലഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞതുപോലെ ഹിസ്റ്ററി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ID നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതേസമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലി ഞാൻ പറഞ്ഞ ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഒരു ഗ്രേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റ് സക്സസിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു എന്താണ് ഞാൻ പറയാ, ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺചെക്ക്ഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് ചെക്ക് ചെയ്യാതെ ഒരു ആൻസർ കീയിലോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 20 to 30 ക്വസ്റ്റ്യൻസ് തന്നെ വലിയ മിസ്റ്റേക്കിലോട്ട് വരുന്നുണ്ട്. ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് ടോട്ടലി
റോങ് ആൻസർ NTA തരുന്നത് എന്തുമാത്രം ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ദാറ്റ്സ് ഓൾ ഫോർ നൗ ഗൈസ്. ബാക്കി കൂടുതൽ ഡിസ്കഷനുമായിട്ട് കാണാം. താങ്ക് യു. താങ്ക്സ് അഗൈൻ.